ഹലോ, ഇന്ന് വന്നിരിക്കുന്നത് ഇഫ്താർ സ്നാക്സുമായിട്ടാണ്. കട്ട്ലേറ്റും എഗ് ബജിയുമാണ്. കട്ട്ലേറ്റിന് ആവശ്യമായ സാധനങ്ങൾ: പൊട്ടറ്റോ വേവിച്ചെടുത്തത് വേണം, ബീറ്റ്റൂട്ട്, അതേപോലെ വലിയുള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമുക്ക് നമ്മുടെ നോമ്പിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് ഐറ്റമാണ് ഈ എഗ് ബജിയും അതേപോലെ കട്ട്ലേറ്റും. ബീറ്റ്റൂട്ട് കട്ട്ലേറ്റ് അഥവാ വെജിറ്റബിൾ കട്ട്ലേറ്റ് എന്ന് തന്നെ പറയാം. എണ്ണ ചൂടായതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. അതേപോലെ വലിയുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വലിയുള്ളി കാൽഭാഗം ഞാൻ എഗ് ബജിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വാടിയ ശേഷം നമ്മൾ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ കട്ട്ലേറ്റ് മസാലയിലേക്ക് തേങ്ങ ചിരകിയത് ചേർക്കാറുണ്ട്. ഒരു തേങ്ങാമുറിയുടെ കാൽഭാഗം. അതിനുശേഷം നമ്മുടെ മസാലകൾ: കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർക്കാവുന്നതാണ്. അതേപോലെ ഗരം മസാല പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ പൊട്ടറ്റോ വേവിച്ചെടുത്തതാണ്. അത് ചെറിയ തീയിലിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഓഫ് ചെയ്യാം. കട്ട്ലേറ്റ് കോട്ടിങ്ങിനായിട്ട് നമ്മൾ സാധാരണ പോലെ മുട്ടയടിച്ച് വെക്കുക. അതേപോലെ ബ്രെഡ് ക്രംസും ഇതിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് കോട്ട് ചെയ്യുക. കട്ട്ലേറ്റ് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെക്കണം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന മസാലകളിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ് ഈ മല്ലിയില എന്ന് പറയുന്നത്. അത് നേരത്തെ കട്ട്ലേറ്റിലും ചേർത്തിട്ടുണ്ട്. ഇനി എഗ് ബജി പ്രിപ്പയർ ചെയ്യാം. വെളുത്തുള്ളി ഇത്തിരി മുറിച്ചെടുത്തതാണ് കേട്ടോ. ഇഞ്ചി പേസ്റ്റ് രൂപത്തിലാക്കി വലിയ ഉള്ളി വഴറ്റിയതിനു ശേഷം ഇതൊക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തു. അവസാനം മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റി. ഇനി വേണ്ടത് നമ്മുടെ മെയിൻ ഐറ്റമായ എഗ് ബജിക്കുള്ള എഗ്ഗാണ്. എഗ്ഗ് വേവിച്ചെടുത്തിട്ട് ഉള്ളിലുള്ള മഞ്ഞക്കരു ഇങ്ങനെ പൊടിച്ച് ആ മസാലക്കൂട്ടിലേക്ക് ചേർക്കുക. അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട മിക്സ് നമ്മൾ മുട്ടയുടെ വെള്ളയിലേക്ക് ഉരുട്ടിയിട്ട് വെച്ച് കൊടുക്കുക. ഇതേപോലെ ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ബജി പൊടിച്ചെടുക്കാൻ വേണ്ട മൈദപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് കട്ടിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തതാണ്. നോമ്പ് തുറന്നതിന് ശേഷമൊക്കെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പത്തിരി ഉമ്മ അപ്പുറത്തുനിന്ന് ചുടുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ പയ്യോടി ഭാഗത്തൊക്കെ കണ്ടുവരുന്ന ചെറിയ പത്തിരി. അപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ പത്തിരിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കട്ട്ലേറ്റും എഗ് ബജിയും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ലൈക്ക് കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.